പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂൺ മാസം 18 ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന നിമിഷമായത്. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഇത്ര നല്ലവനാ കർത്താവ്, അങ്ങെത്ര വിശ്വസ്തനാ കർത്താവ്, അങ്ങെത്ര മതിയായവന്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള വാത്സല്യത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം, ആഴമേറിയ സ്നേഹത്തിനായിട്ട്, വർണ്ണിക്കാൻ കഴിയാത്ത അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുക കർത്താവ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 103-ാം സങ്കീർത്തനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കും, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം അപ്പാ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമാക്കുന്നതിന് സ്തോത്രം, കർത്താവെ അതിശയമാക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ ഗ്ലോറി ഞങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം റിവീൽ ചെയ്യുന്നതിന് സ്തോത്രം. ഓ താങ്ക് യു. അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്. ഇത് കേൾക്കുന്ന ഒരാൾ പോലും രോഗത്താലിരിക്കാതെ എല്ലാവരും ആരോഗ്യം പ്രാപിക്കട്ടെ, എല്ലാവരും ദൈവിക ജീവൻ പ്രാപിക്കട്ടെ, എല്ലാവരും ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ മേൽ സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന ഒത്തിരി പേരുണ്ടല്ലോ കർത്താവ്, എല്ലാവരെയും വിടുവിക്കണം. ഇന്ന് പോൽക്കാലം പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അനുഗ്രഹങ്ങൾ കർത്താവെ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, അവിടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, മറ്റ് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, കർത്താവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. കർത്താവെ, കിടക്കുവാൻ സ്ഥലമില്ല, ഒരു വാസസ്ഥലമില്ലാതെ ഭാരപ്പെടുന്നു, വീടില്ലാതെ ബുദ്ധിമുട്ടുന്നു, ഇന്ന് യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് അവർക്ക് പാർപ്പിടങ്ങളെ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, പാർപ്പിടങ്ങളെ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. താങ്ക് യു ഫാദർ. അതുകൂടാതെ കർത്താവ്, മറ്റാവശ്യങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ വിടുവിക്കണം. എല്ലാവരുടെ മേലും ദൈവകൃപ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. കർത്താവിൻ്റെ മഹിമ എല്ലായിടത്തും വെളിപ്പെടാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നാളത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം, അസാധാരണമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ആരും തന്നെ അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു റിമൈൻഡർ അല്ലെങ്കിൽ അലാം സെറ്റ് ചെയ്യുക. വെനസ്ഡേ, അതായത് 19 വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 PM കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായൊരു വാക്യം, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്യം, വളരെ വലിയൊരു സത്യം സ്വർഗത്തിലെ ദൈവം നമ്മളോട് പങ്കിടുക. അത് നമ്മൾ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വാക്യം നമ്മൾ മനഃപ്പാഠമാക്കണം. ഇത് നമ്മുടെ അകത്തൊരു വെളിപ്പാടായി മാറണം. ആമേൻ.
ആ വാക്യത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിപോഷിപ്പിച്ചു കൊടുക്കണം. ആമേൻ. എങ്കിൽ നമുക്ക് അസാധാരണമായൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ സാധിക്കും. ആമേൻ. ഇതിന് തുല്യമായൊരു വാക്യം പറഞ്ഞു തരാനില്ല. ഇനി അതിനകത്ത് രസം എന്നാന്ന് ചോദിച്ചാൽ, ഈ വാക്യം ഒരാൾ മനസ്സിലാക്കിയാൽ ആ ആളുടെ ജീവിതം സമാനതകളില്ലാത്തൊരു മാറ്റം ഉണ്ടാകും. ഇതുവരെ ഉണ്ടാകാത്തൊരു മാറ്റം ഉണ്ടാകും. ഇതുവരെ അനുഭവിക്കാത്ത ദൈവിക സമാധാനവും സ്വസ്ഥതയും ആമേൻ ഭയങ്കര പ്രത്യാശയൊക്കെ അനുഭവിക്കാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ടെ, 54:10, യെശയ്യാ 54:10 ഇവിടെ പറയുക, പർവ്വതങ്ങൾ മാറിപ്പോകും. മാറാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പർവ്വതങ്ങൾ. അപ്പോൾ ആ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. ഈ കുന്നും പർവ്വതവും ഒക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? അത്രമാത്രം ശക്തിയുള്ളത്, അത്രമാത്രം വലിപ്പമുള്ളതൊക്കെ മാറിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. കർത്താവ് പറയുക, എൻ്റെ കരുണ അല്ലെങ്കിൽ എൻ്റെ ദയ നിന്നോടുള്ളത് വിട്ടുമാറുകയില്ല. ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യും. യെശയ്യാ 53 കർത്താവിൻ്റെ ക്രൂശീകരണത്തെയാണ് കാണിക്കുന്നത്. യെശയ്യാ 53 കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ നാളുകൾക്ക് മുമ്പ് പ്രവചിച്ചു പറയുന്നത്. അതിനുശേഷം 54 അധ്യായം വന്നപ്പോൾ പറയുകയാണ്, ഈ ലോകത്തിൽ എന്തൊക്കെ മാറിപ്പോയാലും, പർവ്വതങ്ങൾ മാറിപ്പോയാലും, കുന്നുകൾ, ഇങ്ങോട്ട് നോക്കിയ കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ എന്നൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നെഗറ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, അയ്യോ ഇതൊക്കെ എന്തുവാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞാലും, ഒരു ദൈവ മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയട്ടെ എന്നൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തെ മാറ്റാൻ കഴിയത്തില്ല. നിങ്ങളുടെ പിതാവ്, സ്വർഗീയ പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒന്നിനും ആ സ്നേഹത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഇന്ന് ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടുതരുന്ന ചിന്തയെ, കർത്താവിന് നമ്മെ ഇഷ്ടമില്ല, കർത്താവ് നമ്മളെ മറന്നു കളഞ്ഞു, കർത്താവിന് നമ്മളോട് ഇപ്പം പഴയ പോലുള്ള താല്പര്യമില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ ഇത് വിശ്വസിക്കും. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളുടെ പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള വാസ്തവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഇപ്പം കർത്താവ് നമ്മളെ സ്നേഹിക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത് കർത്താവ് നമ്മളെ ആഴമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പോലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും, ആമേൻ, ഏത് സാഹചര്യത്തിലും നമ്മൾ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തന്നെയാണ്. യെരമ്യാ 31:3 പറയുന്ന പോലെ നിത്യസ്നേഹത്താൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആമേൻ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവം, ആമേൻ, എപ്പോഴും നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മളെ സുരക്ഷിതമാക്കി നിർത്തും. അതാണ് ആ ഒരു സ്നേഹം നമ്മൾ അങ്ങ് അനുഭവിച്ചാൽ മതി. അത് അനുഭവിക്കും തോറും നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് തന്നെ പറഞ്ഞു, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് എന്നെ ഒത്തിരി ആ സ്നേഹത്തിൻ്റെ പിൻപിൽ ഞാൻ ചെയ്തതൊന്നുമല്ല കാരണം, ഞാൻ ഉപവസിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അതൊന്നുമല്ല. കർത്താവിനോടുള്ള സ്നേഹം അചഞ്ചലമാണ്, നിരുപാധികമായ സ്നേഹമാണ്. ഒന്നിനും എന്നോടുള്ള അപ്പൻ്റെ സ്നേഹത്തെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, യെസ്, എന്നെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കരങ്ങളെ ഉയർത്തിയിട്ട് ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ കഴിയാത്തവണ്ണം, ഒന്നിനും എന്നെ തള്ളിയിടാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരടിസ്ഥാനമായി ഇന്ന് പകൽക്കാലം മാറണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി പറ, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആമേൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരാണ് എന്നെ വേർപെടുത്തുക? കഷ്ടമോ, പീഡനമോ, ക്ഷാമമോ? റോമാലേഖനം 8:35 മുതൽ വായിച്ചാൽ മതി. അപ്പം ഇതൊന്നും എന്നെ, ഹല്ലേലൂയ, ഈ വരാനുള്ളതോ വന്നതോ അല്ലെങ്കിൽ വാഴ്ചകളോ അധികാരങ്ങളോ ദൂതന്മാർക്കോ ഒന്നിനും ക്രിസ്തുവിൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ മാറ്റാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ആമേൻ, ഇനി നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല.
ആമേൻ. ഒരു സംശയത്തിൻ്റെയും പ്രത്യേകം ആവശ്യമില്ല. യെശയ്യാ 54:10 പറയുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ്. എന്നെ നോക്കി, നിങ്ങളെ നോക്കി സ്വർഗത്തിലെ അപ്പ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനമാണ്. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൻ ഭയങ്കര നിരാശപ്പെട്ട് തളർന്ന് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല, ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ല, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല, കുഞ്ഞുങ്ങളുടെ സ്നേഹം കിട്ടുന്നില്ല, ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ ദൈവിക സ്നേഹത്തിൻ്റെ പുതപ്പിനകത്തോട്ട് കയറുകയാണ്. ഓ താങ്ക് യു ലോർഡ്. ദൈവിക സ്നേഹത്തിൻ്റെ പുതപ്പിനകത്തേക്ക് ഇന്ന് അനേകർ പ്രവേശിച്ചു കൊണ്ടിരിക്കുക. ബ്ലാങ്കറ്റ് ഓഫ് ലവ്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പുതപ്പ് നിങ്ങളെ അങ്ങ് പൊതിയുക, അനേകരെ പൊതിയുക. അവൻ സന്തോഷിച്ചാട്ടെ, കർത്താവിനൊന്ന് സന്തോഷിച്ചാട്ടെ. ഇനി ഈ മെസ്സേജ് ഇപ്പം നിർത്തുക, എങ്കിലും നിങ്ങൾ പറയുന്നതും നിർത്തരുത്. എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വലുതാ, മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ശരിയാ, ഞാനിപ്പോൾ പോകുന്ന ചിലപ്പം ചില പ്രയാസത്തിൻ്റെ നടുവിലൂടെ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ ആഴമായി സ്നേഹിക്കുന്നു. അവൻ കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക, ആ ഒരു ബോധ്യത്തിൽ മുന്നേറുക, ആ ഒരു ബോധ്യത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.